ഹായ് കൂട്ടുകാരെ, ഇന്ന് ഉച്ചയ്ക്ക് ചക്ക എരിശ്ശേരി വയ്ക്കാൻ പോവാണ് കേട്ടോ. ഇക്കൊല്ലത്തെ അവസാനത്തെ ചക്ക കിട്ടിയതാണെന്ന്. അടുത്ത വീട്ടിലെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചക്കയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എരിശ്ശേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇക്കൊല്ലം എരിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവിയലൊക്കെയാണ് കൂടുതൽ വെച്ചേർന്നത്. അപ്പോൾ ഇത് അരിഞ്ഞു കൊണ്ടുവരാം കേട്ടോ. ആദ്യം കൂട്ടാൻ വയ്ക്കാൻ നല്ല മൂപ്പായുണ്ട്. അരിഞ്ഞു കൊണ്ടുവന്നതാണ് കേട്ടോ അത്. ഇതേപോലെയാണ് ഇവിടെ അരിയാറ് ചക്ക എരിശ്ശേരി വയ്ക്കാൻ. അവിയലാണെങ്കിൽ നീളത്തിൽ അരിയും. ഇതിപ്പോൾ എരിശ്ശേരിക്ക് ഇങ്ങനെയാണ് അരിഞ്ഞാണത്. അപ്പോൾ ഇനി കഴുകി വാരി എടുക്കണം കേട്ടോ. അത് കഴുകി വാരി കുക്കറിലിടാം കേട്ടോ. ഇവിടെ കുക്കറിലാണ് കൂട്ടാൻ വയ്ക്കുള്ളൂ എല്ലാം. അടയ്ക്കൊന്നുമില്ല. കഴുകി വാരി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു വല്ലാണ്ട് പോയി അടി പിടിക്കും വെള്ളം ഇല്ലാണ്ട്. ഇനി അത് ഗ്യാസുമ്മ വയ്ക്കാം കേട്ടോ. അടയ്ക്കൊന്നും വേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചക്ക നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ച് കൂട്ടണം. ഒരു ചെറിയ മുറി തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അരച്ചൊഴിക്കാനില്ല. അപ്പോൾ ഒന്ന് ചതച്ചിട്ട് വറുത്തിടണമല്ലോ. ഇതാണ് കേട്ടോ ചെറിയ മുറി തേങ്ങ. അതിൽ ജീരകം കൂട്ടി ചതച്ചെടുത്തതാണ് കേട്ടോ. ഒന്ന് വറുത്തിടണമല്ലോ, അരച്ച് കൂട്ടാൻ ഇല്ല. എന്നുവെച്ചാൽ തേങ്ങ മേടിക്കലപ്പോൾ കുറവാണ്, വില കൂടിയ കാരണം. ഒരു മുറി തേങ്ങയാണിത്. അപ്പോൾ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 2 തണ്ട് കരിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ. കരിവേപ്പിലിട്ടത് ഒന്ന് ചൂടായി ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചതച്ചത്, തേങ്ങയും ജീരകവും. കരിവേപ്പില ഒന്ന് മൂക്കണം കേട്ടോ. അതേവരെ ഒന്ന് ഇളക്കി കൊണ്ട് നിൽക്കണം. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായി ചുമക്കണ വരെ ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. നന്നായി ചുമന്നുണ്ട് കേട്ടോ. ചുമന്ന് വന്നിട്ടുണ്ട്. ഈ കുക്കറിലത്തെ കൂട്ടാനെടുത്ത് നമുക്ക് ചീഞ്ചട്ടിയിൽ ഒഴിക്കാം കേട്ടോ. കലച്ചട്ടിയിൽ നിന്ന് തെറ്റി പറഞ്ഞതാ കുക്കർ. നന്നായി ചുമന്നു. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. അതിലൊഴിച്ചിട്ട്
ഗ്യാസ് ഓഫാക്കി വെക്കാം കേട്ടോ എന്നിട്ട്. അപ്പോൾ ചക്കരിശ്ശേരി റെഡിയായി. ഇന്ന് ഉച്ചക്കിലേക്ക് ഇവിടെ ചക്കരിശ്ശേരിയാണ് കേട്ടോ. പിന്നെ കൈപ്പയ്ക്ക് ഉപ്പേരി വെച്ചിട്ടുണ്ട്, പപ്പടം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.